അങ്ങനെ നമ്മൾ വീണ്ടും നല്ല നാടൻ ഭക്ഷണങ്ങൾ ഇങ്ങനെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉദയംപേര്, തൃപ്പൂണിത്തുറ ഉദയംപേരിൽ നിന്ന് കുറച്ച് പടിഞ്ഞാറേ സൈഡിൽ വരുമ്പോൾ ഒരു മാങ്കായി കവലയുണ്ട്. ഈ മാങ്കായി കവലയിൽ നിന്നും വീണ്ടും പടിഞ്ഞാറോട്ട് വരുമ്പോൾ ഒരു MLA റോഡ്. MLA റോഡ് എന്ന് പറയുമ്പോൾ പുതിയ കാവുന്ന് നേരെ പൂത്തോട്ട് വരെ എൻഡ് വരെ പോകുന്ന റോഡാണ്. അവിടെ തന്നെ ഇത് ശരിക്കും പ്രശസ്തമാണ്, നമ്മൾ പല നാട്ടുകാർക്കിടയിലും നന്നായിട്ട് തന്നെ അറിയാം. മുല്ലപ്പന്തൽ ഷാപ്പ്. മുല്ലപ്പന്തൽ ഷാപ്പിൽ ഷാപ്പാണെങ്കിലും ഇവിടുത്തെ ഭക്ഷണം നല്ല ഫുഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയങ്കരം. കാരണം നല്ല നാടൻ കറികൾ, നല്ല ഷാപ്പ് കറികളും ബാക്കി എല്ലാ സംഭവങ്ങളാണ്. നമുക്കെന്തായാലും അതിൻ്റെ വിശേഷങ്ങളും ബാക്കി അതിൻ്റെ രുചിയും എല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളോട്ട് കയറി എന്താണെന്ന് ചോദിച്ചും കണ്ടും കഴിച്ചും നമുക്ക് മനസ്സിലായി. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാം അല്ലേ? ഭയം നമ്മൾ കയറുമ്പോൾ തന്നെ ശരിയും കട ഇവിടെ എന്താ പറയുക, മുളം കുറ്റികൾ ഇങ്ങനെ പന്തലോല കെട്ടിയിട്ട് അതിൻ്റെ മുഖത്തേക്ക് കണ്ടില്ലേ, മുല്ല ശരിക്കും പടർത്തിയേക്കുക. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മുല്ലപ്പന്തലൊക്കെ വന്നതെന്നാവും. ബാക്കി എന്താ നമുക്ക് ചോദിച്ചറിയാം, ഉള്ളിൽ കയറാം നമുക്ക് എന്തായാലും. ഇതാണ് മുല്ലപ്പന്തൽ ഷാപ്പിൻ്റെ ഉൾവശം. നമ്മൾ ഇവിടെ ഓൾ ഇൻ ഓൾ ആയ നമ്മളൊരു ഷായി ചേട്ടനുണ്ട്. ഷായി ചേട്ടനെ മീറ്റ് ചെയ്യാൻ പോകണം. ഷാജിടാ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ, അടിപൊളി തന്നെ. നിങ്ങൾ കുറച്ച് വിഭവങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചതാണ്. നമ്മുടെ ഇതിന്റെ ഓണറുണ്ട് വിജയകുമാർ ആരിശേൽ. ചേട്ടൻ എത്താൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് എല്ലാം നമ്മുടെ ഷായിച്ചേനെ ഏൽപ്പിച്ചിട്ട് പോയേക്കാണ്. ഷായിച്ചേട്ടാ, നമ്മൾ ഇവിടെ എത്ര നാളായി നമ്മൾ ഇത് തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് 75-80 വർഷമായിട്ടുണ്ട്. 75-80 വർഷമായി ശരിക്കും ഇത് നമ്മൾ തുടങ്ങിയിട്ട്. ഇത് ആരായിട്ട് തുടങ്ങി? നമ്മുടെ വിജയകുമാരേട്ടനാണോ അതോ പുള്ളിയുടെ? വിജയകുമാരേട്ടൻ തുടങ്ങിയിട്ട് ഒരു 36 വർഷമായിട്ടുണ്ട്. അതിനു മുമ്പ് വേറെ ആൾക്കാർ തുടങ്ങി. അവരുടെ പേര് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ അത് വിജയകുമാരേട്ടൻ വാങ്ങിച്ച് നടത്തി തുടങ്ങാതെ. ശരിക്കും ഇങ്ങനെ ഒരു പ്രശസ്തി, ഒരു തിരക്കൊക്കെ വരാൻ തുടങ്ങിയിട്ട് എപ്പോഴാണ്? വിജയകുമാരേട്ടൻ ഏറ്റെടുത്തതിന് ശേഷമാണോ? അതെ അതെ. മലയാളിയുടെ കയ്യിലേക്ക് ഇട്ടിട്ട് മലയാളി ശരിക്കും പറഞ്ഞാൽ ഫുഡിന് വേണ്ടിയിട്ട് തന്നെ ഒരു പ്രത്യേക രീതിയിലാക്കിയിട്ടുണ്ട്. ഫുഡ് എന്ന് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഫുഡ് കഴിക്കാൻ വേണ്ടി എറണാകുളത്ത് ഇഷ്ടം പോലെ ഫാസ്റ്റ് ഫുഡ് കഴിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മൾ നാടൻ ശൈലിയിൽ ഫുഡ് റെഡിയാക്കിയിട്ട് ഷാപ്പിൻ്റെ ടേസ്റ്റും കളറും ഒരു സോസോ അങ്ങനെ ഒരു സംഭവം ഇല്ലാണ്ട് മൊത്തം നമ്മൾ നാച്ചുറൽ ഫുഡ് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതിനൊക്കെ ഇച്ചിരി എരിവും പുളിയൊക്കെ കൂട്ടി അതുകൊണ്ട് തന്നെ നല്ല നാടൻ ഫുഡ് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതൊരു കാര്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വിഭവങ്ങൾ പ്രത്യേകത. ശരിക്കും നമ്മൾ ഇവിടെ മാത്രമുള്ളതോ എത്ര എണ്ണം ഉണ്ട്? മീൻസ് നമ്മുടെ മുതലാളിയുടെ കെയർ ഓഫിൽ തന്നെ പുള്ളിയുടെ ഷാപ്പ് തന്നെ ഒരു 21-22 ഷാപ്പുണ്ട്. 21-25 ഷാപ്പുണ്ട്. ഇത് കൂടാണ്ട് ഈ തൃപ്പൂണിത്തുറ റേഞ്ചിൽ തന്നെ. തൃപ്പൂണിത്തുറയിൽ തന്നെ മൊത്തം കേരളത്തിൽ അല്ല, പുള്ളി തൃപ്പൂണിത്തുറ റേഞ്ച്. തൃപ്പൂണിത്തുറയിൽ മാത്രമായിട്ടാണ് 10-25 ഷാപ്പുകളും ഉണ്ട്. അവിടെ എല്ലായിടത്തും നമ്മൾ ഫുഡ് തന്നെയാണോ? അല്ല, ഇത്രയും ഫുഡ് അവിടെ ഒന്നും പോവില്ല. ഏറ്റവും കൂടുതൽ പുള്ളി നോക്കണതും കാര്യമായിട്ട് നോക്കണതും ഈ ഷാപ്പിലാണ്. ഈ ഷാപ്പിൽ കഴിഞ്ഞാൽ ഒത്തിരി ഫാമിലീസ് വന്ന് കയറുന്ന സ്ഥലമാണ്. ബാക്കിയുള്ള ഷാപ്പിലേക്ക് ഫാമിലിക്ക് വരാൻ ഒരു മടിയാണ്. പക്ഷേ ഈ ഷാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാമിലിയുടെ പ്രളയമായിരിക്കും. വരുമ്പോൾ തന്നെ കാണാൻ പറ്റും അവിടെ ഫാമിലിക്ക് റൂമുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഈ ഒരു സൈഡ് നിറച്ച് ഫാമിലി റൂമാണ്. ഇത് ബാച്ചിലേഴ്സും ബാക്കി ആൾക്കാർ വരുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരാളും ഒരു വേറെ ശല്യമൊന്നുമില്ല, വേറെ കമന്റ് അടിക്കും അങ്ങനെ ഒരു വിഷയമില്ല. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് റൂമിൽ തന്നെ അവിടെ ഒരു മറ്റേ പോസ്റ്റർ ഒക്കെ എഴുതി പിടിച്ചിട്ടുണ്ട്, എന്താ പാട്ട് പാടിയോ ബഹളം വെക്കുകയോ ചെയ്യരുത്. അതെ, വേറെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാവും. നാട്ടുകാർക്കും പിന്നെ വരുന്ന ഫാമിലിക്കും ബാക്കി അപ്പുറത്തിരിക്കുന്ന ആൾക്കും വലിയ ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം ബാക്കി എല്ലാം പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ മെയിൻ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ്? മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ കരിമീൻ പൊള്ളിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മീനിൻ്റെ തല, പിന്നെ ചെമ്മീൻ, ഞണ്ട്, പിന്നെ അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. കക്ക, കൊഴുവ, കൂന്തൽ, കരിമീൻ കറി, പിന്നെ കരിമീൻ മപ്പാസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ താറാവ്, കോഴി, മുയൽ, പിന്നെ കാട വറുത്തത്, അങ്ങനെ ഒരു 10-20 രക്ഷയില്ല. ശരിക്കും പറഞ്ഞ ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി കിച്ചണിലേക്ക് കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും. പിന്നെ വേറൊരു കാര്യം, ചേട്ടാ എന്തുകൊണ്ടാണ് മുല്ലപ്പന്തൽ എന്ന് പേരിടാൻ കാര്യം എന്ന് പറയാം? പണ്ട് നമ്മളിപ്പോൾ കണ്ട ഫാമിലീസ് ഇരിക്കുന്ന റൂമില്ലേ, അത് മൊത്തം മുല്ല കൊണ്ട് സെറ്റ് ചെയ്തേക്കണതാണ്. ഞാനിപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മളവിടെ മറ്റേ എന്താ മുളയൊക്കെ ഇട്ടിട്ട് പൊക്കത്ത്. അതിപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ്. എന്ന് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് എണ്ണം കൂടിയപ്പോൾ അവർക്ക് മഴക്കാലത്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നമ്മളത് പതുക്കെ മാറ്റിയിട്ട് മൊത്തം അവർക്ക് ഇരിക്കാൻ റൂംസ് ആക്കി. അവർക്ക് ഇരിക്കാൻ സൗകര്യത്തിന് വേണ്ടി ആക്കിയതാണ്. നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഈ മുല്ലയുടെ അടിയിൽ നിന്ന് കഴിച്ചോന്ന് വെച്ചാൽ കള്ള് കുടിക്കുമ്പോൾ കള്ളിനകത്ത് മുല്ല പോകുന്ന വീഴാറ്. അങ്ങനെ കഴിക്കാൻ കുറച്ച് പേർക്ക് മാത്രമേ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. അതിനകത്ത് അടൂർബാസി സാറിനൊക്കെ അങ്ങനെ ഭാഗ്യമുണ്ടായിരുന്നു. അടൂർബാസി സാറിന് സപ്ലൈ ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരി ഫിലിം സ്റ്റാർ വരാറുണ്ട്, ഞാൻ ആരും പേര് പറയാനുള്ള. എന്താ വെച്ചാൽ അവര് കള്ളു കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അവൻ കള്ളു കുടിക്കാൻ പറയും. അതുകൊണ്ട് അത് പറയാം. മെയിനായിട്ട് നമ്മുടെ ഭക്ഷണം നല്ല നാടൻ ഇരുവൊക്കെ ഉള്ള ശരിക്കും ഭക്ഷണങ്ങളൊക്കെ കിട്ടും. നമുക്ക് എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നേരെ അടുക്കളയ്ക്ക് അങ്ങോട്ട് കയറാം. തീർച്ചയായിട്ടും.
അടുക്കള. ശരി കുറെ ഇത് മൊത്തം വിറകിലാണ് ഇവിടെ മൊത്തം പാചകം ചെയ്യണത്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വന്നപ്പോ തന്നെ നമുക്ക് ശരിക്കും എന്താ പറയാ ഒരു പുകമയോ ആ ഒരു അടപ്പിന്റെ മണമൊക്കെ വന്ന ചോദിച്ചപ്പോ തന്നെ പുക മിക്കവാറും ഇത് അടുപ്പ് തന്നെ ആയിരിക്കും വന്നത്. ശരിക്കും എന്താ പറയാ ഒരു കൂട്ടം ശരിക്കും എന്താ പറയാ കുറെ അടുപ്പ് 1 2 3 4 5 6 7 8 9 അടുപ്പ് അതിനകത്ത് ഒന്ന് പുട്ട് ഇത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടേ കത്തിച്ചോണ്ടേ ഇരിക്കാണല്ലേ. അപ്പൊ ഇതിന്റെ ആരാ ഓളിനോള് ശരിക്കും കിച്ചന്റെ ഓളിനോള് രാധാമെന്ന് പറയും. രാധാമ അല്ലേ. അപ്പൊ രാധാമയാണ് ഇവിടുത്തെ ഓളിനോള്. നമുക്ക് ഇതിവിടെ ഇപ്പോൾ നമുക്കായിട്ടൊന്നല്ല നമുക്ക് മൊത്തം കാണിച്ചു തരാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞണ്ടില്ലേ. ഓൾറെഡി നമ്മൾ ഞണ്ട് ഇങ്ങനെ വെന്ത് നിൽക്കുകയാണ്. ശരിക്കും കാണാം അതെ കണ്ട ശരിക്കും വെന്ത് നിൽക്കുകയാണ്. ഇതിപ്പോൾ വലിയ ഞണ്ടാവുന്നുണ്ട് കാരണം കാലൊക്കെ ഇത്രേശം ഉണ്ട്. ഏകദേശം കാലിന് ഇത്രേശൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞണ്ടൊക്കെ എന്നും കിട്ടുമോ? ഞണ്ട് എല്ലാ ദിവസവും കിട്ടുന്നതാ. എല്ലാ ദിവസവും കിട്ടുമല്ലേ? ഇത് അപ്പുറത്ത് മീൻ വലിയ മീൻ. അതെന്താ മീൻ? അത് ഏട്ടക്കൂരി എന്ന് പറയും. അത് കടൽ മീനാണ്. അത് നമ്മൾ ഇവിടെ വാങ്ങിച്ചു പീസാക്കണതാ. ആ മുഴുപ്പിലി പീസാക്കിയിട്ട് കറിയിടുന്നത്. ഇത് ലിവറാണ്. പോത്തിന്റെ ലിവർ. ബീഫിന്റെ ലിവറാണത്. ലിവറാണ്. ഇത് ലിവർ ഒലത്താണോ അല്ലെങ്കിൽ ലിവർ ഫ്രൈ ആയിരിക്കും അല്ലേ? ഓക്കെ. ഇത് ഞണ്ട് സെമി ഗ്രേവി ആയിരിക്കും. സെമി ഗ്രേവി. ഒത്തിരി ഗ്രേവി ഉണ്ടാവില്ല. ഇതുണ്ട് ഒരു കാല് ഞാൻ കാണിച്ചു തരാം. അത് എത്ര ഉണ്ട് ഏകദേശം ഒരു കാലിന്റെ ചെറിയൊരു പീസ് മാത്രം. അത് അപ്പൊ തന്നെ ആലോചിക്കാൻ എന്തൊരു വലുതായിരിക്കും ഞണ്ടെന്ന്. ശരിക്കും എന്താ പറയാ ഷാപ്പ് ശരിക്കും എരിവൊക്കെ കൂട്ടി തന്നെയാണ് ഇവിടെ വയ്ക്കുന്നത്. നമ്മള് വീട്ടിലുണ്ടാക്കണേക്കും ഒരു ഇച്ചിരി കൂടെ എരിവ് കൂട്ടും. അത് തന്നെയല്ല ഷാപ്പ്. നമ്മുടെ ഷോചേച്ചി എല്ലാ കരിമീനും ഇങ്ങനെ മസാല പറ്റായി. ഇതിപ്പോ ഒരു സെത്തറിനൊക്കെ വെച്ചുണ്ടാക്കും. കുറെ ഉണ്ടാക്കും. ആദ്യം നമ്മൾ റെഡിയാക്കാൻ 15 റെഡിയാക്കി വെക്കും. 15 റെഡിയാക്കി വെക്കും. അതിനുശേഷം പിന്നെ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. ആ 15 ഓൾറെഡി റെഡി ആയി പോകും. പെട്ടെന്ന് തീരും അത്. പിന്നെ ബാക്കി പിന്നെ അത് ഒരു അതിനനുസരിച്ച് ഇണക്കുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കും. വലിപ്പമുള്ള കരിമീനാണ്. ഇതൊക്കെ ഒരേ സൈസ് ആയിരിക്കും. കരിമീൻ പൊള്ളിച്ച് അതേപോലെ ഈ എണ്ണ ഒരു ദിവസത്തേക്ക് എടുക്കുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ഈ എണ്ണ എടുക്കില്ല. അത് ഈ വിറക് കത്തിക്കാൻ വേണ്ടി എടുക്കണം. അങ്ങനെ ഒരു പ്രത്യേക ഞങ്ങൾ പിറ്റേ ദിവസത്തേക്ക് ആ എണ്ണ എടുക്കൂല. അത് ഞങ്ങളുടെ മുതലാളിയുടെ പ്രത്യേക ഓർഡറാണ്. പുള്ളി പറഞ്ഞത് അങ്ങനെ നഷ്ടം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പുള്ളിക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ട്. അഭിജോമറാട്ട അങ്ങനെ എവിടെയോ പറഞ്ഞിട്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് പൊള്ളിക്കാനുള്ള തയ്യാറെടുപ്പിൽ അവിടെ ഇരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഞണ്ട് ഞാൻ ഞണ്ടിൻ്റെ ഇടയ്ക്കാണ് വന്നത്. ഞണ്ട് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരല് ഇട്ട് ഇടിക്കുന്നുണ്ട് ശരിക്കും. ഇത് എന്തിനുള്ള ചെയ്ത് പന്നിയിറച്ചിക്കല്ലേ? ഇത് എന്തൊക്കെ ഇട്ട് ചായ്ക്കുന്നത്? ഇഞ്ചിയും വെളുത്തുള്ളി അല്ലേ? വറ്റൽമുളകിൻ്റെ ഒക്കെ സൈഡിൽ കിടപ്പുണ്ട്. ഒരലിട്ടാണല്ലോ ശരിക്കും ഇടിക്കുന്നത്. ഒരല്ല അമ്മിയെല്ലാം തന്നെ യൂസ് ചെയ്യണം. ഗ്രൈൻഡറായിട്ടൊന്നും യൂസ് ചെയ്യണില്ല ഇല്ല അല്ലേ? അവിടെ ഒരലിടിച്ച് നമ്മൾ മറ്റേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അല്ലേ അതൊക്കെ ഇട്ടത്. പന്നിയിറച്ചി ശരിക്കും പറഞ്ഞു എനിക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റണില്ല. ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലൊരു സാധനം ഇടും. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ചേച്ചി? കോഴിക്കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് രാധാമ്മ അവിടെ ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതിനിപ്പോൾ എന്താ നമ്മൾ ചെയ്യാനുള്ളത്? ഇതിപ്പോൾ നമ്മൾ ഉപ്പും പുളിയും മഞ്ഞളെല്ലാം കൂടെ ഇട്ട് വേവിച്ച് വെച്ചേക്കാണ്. ഇനി ഉള്ളിയും മുളകും കൂടെ എണ്ണക്കകത്ത് മൂപ്പിച്ചിട്ട് ഇതിനകത്തോട്ടിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പൊ ഓൾറെഡി സവാള എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. എല്ലാം ഇട്ട് പറ്റിച്ച് വെച്ചിരിക്കുക. ഇങ്ങനെ ശരിക്കും നല്ല വെന്തിരിക്കുക. ഇത് എത്ര മണിക്കൂർ വെച്ചിട്ടുണ്ട് നമ്മള്? ഇതിപ്പോ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറാണ് ശരിക്കും ഇത് ശരിയാക്കി വരുമ്പോൾ. പിന്നെ 1 മണിക്കൂർ വെച്ചേക്കണോ അല്ലേ? എന്നിട്ട് ഇനി നമ്മൾ ബാക്കിയെല്ലാം ഇട്ട് ശരിയാക്കി അരമണിക്കൂറിനകം ഒരു വിധം വേകും. പിന്നെ നമ്മൾ ശരിക്കും അതിന്റെ ഉള്ളിൽ ഉപ്പും പുളിയും കയറാൻ വേണ്ടിയിട്ട് 1/4 മണിക്കൂർ വെച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ശരിക്കും. അപ്പൊ നമുക്ക് ബാക്കി ഇടാ ചേച്ചി. എന്തൊക്കെ കൂടിയ കുത്തിയിട്ട് വറുത്ത് വെച്ചാണ്? ഉണക്കമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കൂട്ടാൻ ചതച്ച് വറുത്ത് വെക്കണം. ശരിക്കും നമ്മൾ ആ വറുത്ത് എന്താ പറയുക ചതച്ച് വറുത്ത് വെച്ച ആ മസാല കൂട്ട് അതെല്ലാം നമ്മൾ ആ ഞണ്ടിലൊക്കെ ഇട്ട് പെരട്ടി ശരിക്കും പിടിച്ചങ്ങ് വരുമല്ലേ? നമ്മൾ കുഴമ്പിലേക്ക് എടുത്ത് കളയോ? ഏകദേശം കുറച്ചെടുത്ത് കളയല്ലേ? മൂപ്പിച്ച മുളകിടാൻ
ഇത് എന്തോരം ആഴ്ച ഇത് നമ്മൾ എടുക്കുന്ന ഒരു 15 കിലോ 5 കിലോ ആദ്യം തന്നെ 15 കിലോ. ഇത് ശരിക്കും നമ്മൾ എന്താ 15 കിലോ ഞണ്ടാണ് ഈ കിടന്ന് വേവണത്. അതിനകത്ത് നമ്മൾ ഒരല് കുത്തിയ അത് വറുത്തെടുത്തിട്ട് ഇട്ടേക്കുന്നത്. ഇത് ശരിക്കും എന്താ പറയുക, ശരിക്കും മസാലയൊക്കെ പിടിച്ച് പിന്നെ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കല്ലേ, ഈ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ സാധനം റെഡിയാണ്. ആദ്യമേ തന്നെ നമ്മൾ ഞണ്ടെടുത്ത് ശരിക്കും നല്ല എന്താ കുടംപുളിയും ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ വേവിച്ച് വെച്ചേക്കാം. വേവിച്ച് വെച്ചതിലോട്ടാണ് ഇതിട്ടല്ലേ, വേവിച്ച് വെച്ചതിലോട്ട് അതിട്ട് ശരിക്കും ആ പുളിയും ഉപ്പും എല്ലാം കൂടി ശരിക്കും ആ ഒരു ഇറച്ചിയില്ല, ഞണ്ടിൻ്റെ ഇറച്ചിയിൽ ശരിക്കും കയറി. ഇതിപ്പോൾ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ശോഭ ചേച്ചി വെളിച്ചെണ്ണ കൊണ്ട് തന്നു. വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അല്ലേ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങ് ഒന്നും കൂടി മൊത്തം പുരട്ടി വെക്കുക. ഇത് കഴിക്കാൻ ശരിക്കും ഇപ്പം തന്നെ ഇങ്ങനെ എടുത്ത് കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ഞണ്ട് റെഡി അതോടെ സംസാരിച്ചു പോകുന്ന സമയത്ത് ഇതാന്ന് പറഞ്ഞാൽ ഞണ്ട് റെഡിയാണ്. ശരിക്കും ആ വേവിക്കേണ്ട ആ താമസം മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ അരപ്പും ഒരെല്ലാം എന്താ കുത്തിയെടുത്ത് വറുത്ത എല്ലാം കൂടി ഇട്ട് ശരിക്കും അങ്ങ് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി ഇത് ഇറക്കാൻ പോകാല്ലോ ഇപ്പൊ തന്നെ. ഇനി അടുപ്പത്ത് വെക്കേണ്ട കാര്യമില്ല. ഞണ്ട് റെഡി. ഇതാണ് ഞണ്ട് ഇതെന്താ പറയാ, ഞണ്ട് റോസ്റ്റ് ആണോ? റോസ്റ്റ് എന്ന് പറയണ്ട, ഞണ്ടൊലത്ത്. ഇതാണ് ഞണ്ടൊലത്ത്.